ആദ്യത്തെ സെൻറ്റൻസ് ഹീ ഈസ് നോൺ ടു മൈ ബ്രദർ ആൻഡ് ഡാഷ്. ആൻസർ മീ. ഹീ ഈസ് നോൺ ടു മൈ ബ്രദർ ആൻഡ് മീ. അടുത്തത് ഹീ ഈസ് ദ ഡാഷ് ഫ്രണ്ട് ഐ ഹാവ്. ഓപ്ഷൻസ് കാണാൻ പറയാം, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ദ എന്ന് തന്നിട്ടുണ്ട്. സൂപ്പർലേറ്റീവിന് മുന്നിൽ മാത്രമേ നമ്മൾ എന്ത് ചേർക്കുള്ളൂ, ദ എന്ന് ചേർക്കുള്ളൂ. അപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ആയിരിക്കുന്നത് ഏതാണ്, ബെസ്റ്റ് ആണ്. സോ ഹീ ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഐ ഹാവ്. അടുത്തത് ദ പോയിറ്റ് ആൻഡ് ദ ഡ്രാമാറ്റിസ്റ്റ് ഡാഷ് ഡെഡ് എന്നാണ്. ദ പോയിറ്റ് ആൻഡ് ദ ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ട് നൗണിന് മുന്നിലും ദ എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പോയിറ്റും ഡ്രാമാറ്റിസ്റ്റും രണ്ടാളാണ് എന്നുള്ള അർത്ഥത്തിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് കണക്കായിട്ട് ആറാണ് അവിടെ ആൻസർ വരിക. ദ പോയിറ്റ് ആൻഡ് ദ ഡ്രാമാറ്റിസ്റ്റ് ആർ ഡെഡ്. ഇനി ദ പോയിറ്റ് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് എന്ന് മാത്രമായിരുന്നെങ്കിലോ അവിടെ, അങ്ങനെയാണെങ്കിൽ പോയിറ്റും ഡ്രാമാറ്റിസ്റ്റും ഒരാളാണ് എന്നുള്ള രീതിയിൽ സിംഗുലർ സബ്ജക്റ്റായി കണക്കാക്കി ഈസ് എടുക്കും. അടുത്തത് നോബഡി ഫോണ്ട് വൈൽ ഐ വാസ് എവേ. ക്വസ്റ്റ്യൻ ടാഗാണ്. ഡയറക്റ്റായി ഓക്സിലറി തന്നിട്ടില്ല. മെയിൻ വെർബ് നോക്കി ഫോണ്ടാണ്, സിമ്പിൾ പാസ്റ്റിലുള്ള വെർബാണ്. സോ അതിനെ സ്പ്ലിറ്റ് ചെയ്തു, ഡിഡ് പ്ലസ് V1 എന്നാക്കി, അതായത് ഡിഡ് പ്ലസ് ഫോൺ എന്നാക്കി. ഓക്സിലറി കിട്ടി ഡിഡ്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. നോബഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവാണ്. പിന്നെ നമ്മൾ ഡിഡിനോടൊപ്പം നോട്ട് ചേർക്കണ്ട. അടുത്ത സ്റ്റെപ്പ് എന്താണ്, സബ്ജക്റ്റിനനുസരിച്ച് പ്രൊനൗൺ എടുക്കുക എന്നുള്ളതാണ്. നോബഡി എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതിനനുസരിച്ച് പ്രൊനൗൺ ഏതാ വരിക, ദേ ആണ് വരിക. സോ ആൻസർ ഡിഡ് ദേ.